ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല ചൂടോടെ കമ്പം തിന്നാനൊരു കമ്പം വന്നിട്ടോ. നിങ്ങൾക്ക് കമ്പം ഇഷ്ടമാണോ? അപ്പോൾ കമ്പം എന്ന് വെച്ചാൽ ഇത് സ്വീറ്റ് കോൺ കേട്ടോ. നമ്മൾ സാധാരണ ചോളത്തിനും കമ്പം തന്നെയാണ് കേട്ടോ ഇവിടെ പറയാം. അപ്പോൾ ഞാൻ വാങ്ങിയത് സ്വീറ്റ് കോണാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചിട്ട് നമുക്ക് മഴയും ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് പൊളിച്ചെടുത്തപ്പോഴാണ് രണ്ടെണ്ണത്തിൽ കേടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്ന് നല്ല അടിപൊളിയായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്വീറ്റ് കോണൊക്കെ ഇതിൽ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചാണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുക്കറിൽ വിസിലടിച്ച് അങ്ങനെയും വേവിച്ചെടുക്കും. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. മറ്റേ കമ്പാകുമ്പോൾ ഭയങ്കര ഒരു ഹാർഡായിരിക്കും. ഇത് നല്ല സോഫ്റ്റുമാണ്, നല്ലൊരു സ്വീറ്റുമാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളത് വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അത് വേഗം തന്നെ വെന്ത് കിട്ടും. ഇത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമ്മളിതിൻ്റെ മണികളൊക്കെ അടർത്തിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കിട്ടുമല്ലോ ഇങ്ങനെ. അപ്പോൾ ഒരു നാരങ്ങ മുറി എടുത്തിട്ട് നമ്മൾ ഉപ്പും മുളകും മിക്സാക്കി വെച്ചത് ഇതിലൊപ്പിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു പുളിയും ഉപ്പും മധുരവും എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കഴിക്കുക. കുട്ടികൾക്കാണെങ്കിൽ ഉപ്പ് മാത്രമാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുത്താൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ കുറച്ചൊരു വീർത്ത് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതും കൊണ്ട് സിറ്റ് ഔട്ടിൽ വന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്, മഴയെ ആസ്വദിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ മഴ പെയ്ത് തോന്നും കേട്ടോ. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, ഇതിങ്ങനെ അങ്ങോട്ട് കഴിക്കന്നെ. അപ്പോൾ ഞാനിതും കഴിച്ച് ഇവിടെ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ മഴ തോർന്നത് ആസ്വദിച്ച് ഞാനിതിങ്ങനെ കട്ടൻ ചായയും ഇതും കൂടി കഴിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്